അഴിമതി ഗവേഷണ കേന്ദ്രമാക്കിയ ഇടത് സർക്കാരിനെ ഈ കോഴിക്കോട് മണ്ണിൽ നിന്നും തൂത്തെറിയുന്നതിന് വേണ്ടി കോഴിക്കോടിനായി BJP കൊണ്ട് നിങ്ങളുടെ കൂടെ ധാരാക്യമെത്തിപ്പിടിച്ചുകൊണ്ട് BJP ഈ വാഹനത്തെ തൊട്ടുകൊണ്ടാണ് കടന്നുവരുന്നത്. പഞ്ചദിന പ്രതിഷേധ മാർച്ചിന്റെ ആദ്യ ദിവസമായ ഇന്ന് BJP നോർത്ത് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ചാണ് ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ കടന്നുവരുന്നത്. ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മുടെ പങ്കാളിയായ റോഡുകളാക്കി മാറ്റുന്നു. മേയർ ഗുരുവിൽ സാമ്പായെ, മേയർ ഗുരുവിൽ സാമ്പായെ. കോഴിക്കോടിന് വേണ്ട വേണ്ട, കോഴിക്കോടിന് വേണ്ട വേണ്ട. പ്രതിഷേധം പ്രതിഷേധം BJPയുടെ പ്രതിഷേധം, BJPയുടെ പ്രതിഷേധം. അഴിമതി ഭരണം തുടരുമ്പോൾ, അഴിമതി ഭരണം തുടരുമ്പോൾ ഇടതിന്റെ ദുർഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി BJP വികസിത കോഴിക്കോടിനായി ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പഞ്ചദിന പ്രതിഷേധ മാർച്ച്. പഞ്ചദിന പ്രതിഷേധ മാർച്ചിന്റെ ഒന്നാം ദിവസമായ ഇന്ന് കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, അഴിമതിയുടെ പ്രധാനമായ നമ്മുടെ സ്ത്രീ ശാസ്ത്രീകരണത്തിന്റെ പേരിൽ നടപ്പിലാക്കിയ സൈക്കിൾ പദ്ധതിയുടെ അഴിമതി, കോഴിക്കോട് കോർപ്പറേഷനിലെ നിയമന അഴിമതി, നഗരത്തിലെ പരസ്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അഴിമതി, അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർക്ക് നൽകുന്നതിനുള്ള അഴിമതി, ഇങ്ങനെ പ്രതിഷേധം 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 BJPയുടെ പ്രതിഷേധം. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു, കോഴിക്കോടിൻ റോഡുകളല്ല റോഡുകളാക്കി മാറ്റുന്നു, റോഡുകളാക്കി മാറ്റുന്നു, റോഡുകളാക്കി മാറ്റുന്നു. മേയർ വരുമൻ സാമ്പായെ, മേയർ വരുമൻ സാമ്പായെ. അധികാരത്തിൽ തുടരുന്നു, നാണമില്ലേ രാജിവെക്കും, രാജിവെച്ച് പോകുന്നത്. പ്രതിഷേധം പ്രതിഷേധം BJPയുടെ പ്രതിഷേധം. കേന്ദ്രം നൽകും പദ്ധതിയല്ല, കേന്ദ്രം നൽകും പദ്ധതിയല്ല. പാവങ്ങൾക്ക് അന്തിയുറങ്ങാൻ വീടുമില്ല സ്ഥലവുമില്ല. പ്രധാനമന്ത്രി ഭവന പദ്ധതി സ്വന്തക്കാർക്കായി നൽകുന്നു, സ്വന്തക്കാർക്കായി നൽകുന്നു. ജയ് ബോലോ ഭാരത് മാതാ, ജയ് ബോലോ ഭാരത് മാതാ, ജയ് ജയ് ബോലോ BJP, ജയ് ജയ് ബോലോ BJP, ജയ് ജയ് ബോലോ BJP, ജയ് ജയ് ബോലോ BJP. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു, നാട്ടുകാരെ നമ്മുടെ കോഴിക്കോട് മഹാനഗരം ഒരു മഴ പെയ്താൽ റോഡ് ഏതാണോ തോട് ഏതാണോ എന്നറിയാത്ത കോഴിക്കോട് മഹാനഗരത്തെ ഈ അവസ്ഥയിലെത്തിച്ച് ഇടത് സർക്കാരിന്റെ
ഇടത് വികസിത കോഴിക്കോടിനായി ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ എന്ന മുദ്രാവാക്യം BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ പഞ്ചദിന പ്രതിഷേധ മാർച്ചാണ്. ഇവിടുന്നാണ് കുറച്ചുകൂടി പിന്നോട്ട് എല്ലാവരും പിന്നോട്ട് മൊത്തം വീഡിയോ എടുക്കും അതൊന്നും എടുക്കാം. വയ്യടിക്ക് എല്ലാരും വയ്യടിക്ക്. നേരെ BJP കോഴിക്കോട് സിറ്റി ജില്ല സംഘടിപ്പിച്ച പഞ്ചദിന പ്രതിഷേധ മാർച്ചാണ് ഈ കോർപ്പറേഷന്റെ പരിസരത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയമുള്ള നാട്ടുകാരെ, സഹപ്രവർത്തകരെ, മീഡിയ സുഹൃത്തുക്കളെ, സാദര നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചദിന പ്രതിഷേധ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നോർത്ത് നിയോജക മണ്ഡലത്തിന്റെയും നടക്കാവ് മണ്ഡലത്തിന്റെയും നേതൃത്വത്തിൽ ഇന്ന് ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ അങ്കണത്തിലേക്ക് നടന്ന പ്രതിഷേധ പരിപാടി എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
2 പതിറ്റാണ്ട് കാലമായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിച്ചു മുടിച്ചിട്ടുള്ള LDF ഗവൺമെന്റിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ വിവിധ പദ്ധതികൾ, കേന്ദ്രത്തിന്റെ കോടിക്കണക്കിന് രൂപ ഇവിടെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണകൂടം നടത്തുന്ന അഴിമതിക്കെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻജിയാണ്. അവരുടെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു അവർകളാണ്. അവരെയും സ്നേഹപൂർവ്വം ഈ ധർണയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർമാരായ അനുരാധ തായാട്ട്, സത്യഭാമ, ശിവപ്രസാദ്, റിനീഷ്, അതുപോലെ തന്നെ രമ്യ മുരളി, നവ്യ ഹരിദാസ് എന്നിവരെയും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ടി വി ഉണ്ണികൃഷ്ണൻ, M സുരേഷ്, രമ്യ മുരളി, പാർട്ടിയുടെ ജില്ലാ പ്രഭാരി രഞ്ജിത് ജി, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ, മണ്ഡലം ലീഡേഴ്സ്, എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് പാർട്ടിയുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷന്റെ അഴിമതി, വികസന മുരടിപ്പ്, സ്വജനപക്ഷപാതം, കേന്ദ്ര പദ്ധതി അട്ടിമറിക്കൽ എന്നിവയ്ക്കെതിരെ തുടർച്ചയായി 5 ദിവസം കോർപ്പറേഷനിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുമ്പോൾ 1-ാം ദിവസത്തെ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യയായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇവിടെ സന്നിഹിതനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ രഞ്ജിത്ത്, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നവ്യ ഹരിദാസ്, ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ നോർത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിതിൻ, നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് ബഹുമാന്യനായിട്ടുള്ള പ്രവീൺ കളിയിൽ, അതേപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ M സുരേഷ്, TV ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രമ്യ മുരളി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള കൌൺസിലർമാർ, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകളായി കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണസാരഥ്യം തുടർന്നു വരുന്ന കോഴിക്കോട് കോർപ്പറേഷന്റെ വികസന മുരടിപ്പിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കോഴിക്കോട് നഗരത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോർപ്പറേഷനെതിരെ സന്ധിയില്ലാത്ത സമരവുമായി യുവമോർച്ചയും BJPയും മഹിളാ മോർച്ചയും എല്ലാം തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധ സമരത്തിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കോഴിക്കോട് കോർപ്പറേഷൻ ഈ രാജ്യത്തുള്ള ഏത് കോർപ്പറേഷൻ എടുത്ത് പരിശോധിച്ചാലും അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിലായാലും വികസനത്തിന്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ പുറകിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അഴിമതി എന്ന് പറയുന്നത് ഈ കോർപ്പറേഷന്റെ മുഖമുദ്രയായി വർഷങ്ങളായി കോഴിക്കോട് ചർച്ച ചെയ്തു വരികയാണ്. ഈ കോർപ്പറേഷന്റെ പരിധിയിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയും ഇവിടെ നടപ്പിലാക്കുന്നില്ല, പകരം അട്ടിമറിക്കപ്പെടുകയാണ്. ഞങ്ങൾ ഈ കാര്യം പലതവണ കോഴിക്കോട് കോർപ്പറേഷനിലെ ഭരണ നേതൃത്വത്തോട് ഞങ്ങളുടെ കൌൺസിലർമാർ, പാർട്ടി നേതൃത്വം എല്ലാം തന്നെ ആവശ്യപ്പെട്ടപ്പോഴും നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന പദ്ധതികളൊന്നും തന്നെ ഇവിടെ ബാധകമല്ല എന്നുള്ള ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ പരിസര പ്രദേശങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസനത്തിന്റെ ഗുണം അത് ഈ കോഴിക്കോട് നഗരത്തിന് ലഭിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. നിങ്ങളെല്ലാം ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു ഭാഗത്ത് 65,000 കോടി രൂപയുടെ 6 വരി പാത ഇവിടെ നിന്ന് 6 കിലോമീറ്റർ അപ്പുറത്തൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ 450 കോടി രൂപ ചെലവഴിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ ഇതിന്റെ 2 ഇടയിലുള്ള 6 കിലോമീറ്റർ ദൂരത്തിന്റെ അവസ്ഥ എന്താണ്? ഒരു റോഡ് എന്ന് പറയാൻ, കാരണം ഇന്നലെയൊക്കെ രാവിലെ റോഡായിരുന്നു, രാത്രി തോടായിരുന്നു. 2 മണിക്കൂർ മഴ പെയ്തപ്പോ കോഴിക്കോട് നഗരത്തിലൂടെ ഇന്നലെ യാത്ര ചെയ്ത എല്ലാവർക്കും അറിയാം, ഇത് നഗര പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ല, ഒരു
ലൈസൻസ് ഇല്ലാത്ത കെട്ടിടത്തിനും ഇവിടെ അനുമതി ഉണ്ടാകും, തുറന്ന് പ്രവർത്തിക്കാം. ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റിന് പണം കൊടുത്താൽ ഇവിടെ ലഭിക്കും. തരംമാറ്റൽ എന്ന് പറയുന്ന അനധികൃത കെട്ടിടങ്ങൾക്ക് അത് തരംമാറ്റി കൊടുക്കാൻ ഇവിടെ പൈസ കൊടുക്കുക. അതൊന്നും ഞങ്ങൾ പറയുന്നതല്ല. ഇവിടെ നിന്ന് ഒരു കോർപ്പറേഷന്റെ ഒരു സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ റിട്ടയർമെന്റിന്റെ തലേ ദിവസം 56 ലക്ഷം രൂപ കയ്യോടെ പൊക്കിയിരിക്കുന്നു. കഴിഞ്ഞ 4 കൊല്ലമായി ഞങ്ങൾ പറയുന്നുണ്ട്. ഈ മുസാഫർ അഹമ്മദും കൊള്ള സംഘവും ഇദ്ദേഹത്തിന്റെ തണലിലാണ് ഇവിടെ കൊള്ളക്കച്ചവടം നടക്കുന്നത്. ആ അന്വേഷണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ മേയർ പറഞ്ഞു ഇത്രയും നല്ലൊരു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇല്ല എന്ന്. 56 ലക്ഷം വിജിലൻസ് കയ്യോടെ പിടികൂടി അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്ത ആളെ വെള്ളപൂശാനുള്ള പരിശ്രമം പോലും മേയറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമാണ് ആരാണ് ഇതിന്റെ ഉള്ളിലുള്ള സംഘമെന്ന്. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഒട്ടനവധി അഴിമതിയുടെ നാറുന്ന കഥകൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ ഇവിടെ നടത്തിയിട്ടുള്ള സൈക്കിൾ പദ്ധതി നമുക്കറിയാം. ഇപ്പോൾ ചേവായൂർ അവിടെ പോയാൽ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് കാണാം റോഡിന്റെ സൈഡിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുള്ള ഇവിടെ സൈക്കിൾ വിതരണം എന്ന് വേണ്ട ഓരോ പദ്ധതികളും ഈ നഗരഹൃദയത്തിലെ ഒട്ടനവധി കെട്ടിടങ്ങൾ ഇന്ന് അനുമതിയില്ലാത്തതാണ്. കെട്ടിട നമ്പർ വിവാദമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ഒരാഴ്ച മുമ്പും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി ഇവിടുത്തെ കോർപ്പറേഷന്റെ സെക്രട്ടറിയോടും പോലീസ് കമ്മീഷണർക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഒരു ദിവസം 25 ലക്ഷം രൂപ വാടക വാങ്ങുന്ന കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ട്രേഡ് സെന്റർ എന്ന് പറയുന്ന ഒരു കെട്ടിടം, അത് 2023 മുതൽ ഓരോ ഫീസും അടക്കാൻ അനുമതിയില്ലാത്ത സ്ഥാപനം. കോർപ്പറേഷൻ തന്നെ അവിടെ പരിപാടി നടത്തുന്നത്. അപ്പോ പണത്തിന്റെ തൂക്കം നോക്കി ഇവിടെ എന്തും നടക്കുമെന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആരാധ്യയായിട്ടുള്ള നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെയുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് വരുന്ന ദിവസങ്ങളിലും ഈ കോർപ്പറേഷന്റെ മുന്നിൽ സമരം ആളിക്കത്തും. നാളെയും തുടർന്ന് 21, 22, 23 ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരം ഈ കോഴിക്കോട് കോർപ്പറേഷനിലേക്കും തുടർന്ന് വേണ്ടി വന്നാൽ മേയറുടെ വീട്ടിലേക്കും കോഴിക്കോട്ടെ ജനങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. വികസിത കോഴിക്കോടിനായി ഏതറ്റം വരെ ഞങ്ങൾ പോകും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി മടിക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമരത്തിന് അധ്യക്ഷത വഹിക്കുന്ന കോഴിക്കോട് ജില്ലയുടെ അമരക്കാരൻ ശ്രീ പ്രകാശ് ബാബു, ജനറൽ എൻ്റെ സഹപ്രവർത്തക മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നവ്യ ഹരിദാസ്, ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ, ശ്രീമതി രമ്യ മുരളി, ശ്രീ സുരേഷ്, കൗൺസിലർമാർ, വിവിധ പാർട്ടിയുടെ എൻ്റെ സഹപ്രവർത്തകനും സംസ്ഥാന നേതാവുമായിട്ടുള്ള ശ്രീമാൻ രഞ്ജിത്ത് ഉൾപ്പെടെ കൗൺസിലർമാരും ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഇന്നിവിടെ നടത്തുന്നത് ഈ കോർപ്പറേഷൻ നടത്തേണ്ട വികസന കാര്യങ്ങൾ ചെയ്യാത്തത് ജനങ്ങൾക്കിടയിലേക്ക് കഴിഞ്ഞ 4 വർഷത്തിലധികമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി പറയാൻ വേണ്ടിയിട്ടും ജനങ്ങളുടെ മുന്നിൽ ചില കണക്കുകളെല്ലാം ചോദിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടുമാണ്. ഇപ്പൊ നമ്മുടെ ഈ കടലോരത്ത് ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി എന്താണ് എന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന വഴിയിൽ കേന്ദ്രത്തിന്റെ ഒരു മിനിസ്ട്രിയിൽ നിന്ന് അതിന്റെ ഒരു ചെറിയ വിവരം വാട്സപ്പ് വഴി ഞാൻ ചോദിച്ചു വാങ്ങി. അപ്പൊ അത് സ്ട്രീറ്റ് വെൻഡിംഗ് മാർക്കറ്റ് പ്രൊജക്ട് അറ്റ് കോഴിക്കോട് ബീച്ച് ടു ബി കംപ്ലീറ്റഡ് ബൈ May 2024. അപ്പൊ അതിൽ പറയുന്നത് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, the Kozhikode Corporation has obtained administrative sanction for the first street vending market in the city to be set up at Kozhikode Beach with the support of the National Urban Livelihood Mission NULM. ഇത് സെൻട്രൽ ഗവൺമെന്റ് കോഴിക്കോടിനെ വികസിപ്പിക്കാൻ വേണ്ടി കൊടുത്ത പദ്ധതിയാണ്. 3.25 കോടിയാണ് ഇവര് ഈ പ്രൊജക്ട് ഈസ് എക്സ്പെക്ടഡ് ടു ബെനിഫിറ്റ് 90 street vendors selected by the corporation through a survey. ഒരു സർവേ റിപ്പോർട്ട് പ്രകാരം കോർപ്പറേഷൻ പറഞ്ഞു
ഈ പദ്ധതി 90 പേർക്ക് ഇതുപോലെയുള്ള ചെറിയ കട കൊടുക്കാൻ വേണ്ടിയിട്ട് 3.25 കോടി വേണം. പദ്ധതി വകയിരുത്തി പണം അനുവദിച്ചു കിട്ടി. ഒരു കടയ്ക്ക് എത്ര രൂപ ചെലവ് വരും എന്ന് കോഴിക്കോടില് ഞങ്ങൾ BJP-ക്കാർ പറയേണ്ട കാര്യമില്ല, മാധ്യമ സുഹൃത്തുക്കൾ പരിശോധിക്കണം. ആരാണ് വെണ്ടർമാർ? കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായി വഴിയോര കച്ചവടം നടത്തി ജീവിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വരുമാന മാർഗമില്ലാത്ത, ഭാര്യയുടെ കെട്ടുതാലി വാങ്ങി പണയം വെച്ച്, സഹകരണ സംഘത്തിൽ പണയം വെച്ച് ആ മാല ലേലം വിളിച്ചു പോയിട്ടുള്ള പാവപ്പെട്ട സാധാരണക്കാരൻ, അവനാണ് കൊടുക്കേണ്ടത്. ഞാൻ പാർട്ടിയുടെ ജില്ലയുടെ അമരക്കാരനോട് പറയാൻ ആഗ്രഹിക്കുന്നു, പ്രകാശ് ബാബു ഇതിന്റെ ലിസ്റ്റ് എടുക്കണം. ആരാണ് വെണ്ടർമാർ? ആ വെണ്ടർമാരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വെണ്ടർഷിപ്പ് കൈക്കലാക്കിയിട്ടുണ്ടോ? പരിശോധന നടത്തണം. അത് പരിശോധന നടത്തിയതിനു ശേഷം മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം. ഞാൻ നമ്മുടെ ഏറ്റവും പാവപ്പെട്ടവരുടെ മന്ത്രി അതാരാണ്? പണ്ടൊക്കെ കേരളത്തിൽ പറഞ്ഞിരുന്നത് രാധാകൃഷ്ണൻ മിൻസ് ചേലക്കരയിൽ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പിറകിലൂടെ ഒന്ന് യാത്ര ചെയ്തു. ഏറ്റവും പാവപ്പെട്ടവൻ, നല്ല ആള് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചേലക്കര പഞ്ചായത്തില് എങ്ങനെയാണ് വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു യാത്ര ചെയ്തു. അവിടെ ഒരത്ഭുതം എനിക്ക് കാണാൻ സാധിച്ചു. ആ അത്ഭുതം കോർപ്പറേഷനകത്ത് കോഴിക്കോട് നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പരിശോധിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവിടെ ചെറുപുഷ്പം റോഡ്, ചേലക്കര പഞ്ചായത്തിൽ മന്ത്രിയുടെ വീടിനടുത്തുള്ള പഞ്ചായത്തിൽ മേപ്പാടം 6-ാം വാർഡില് ചെറുപുഷ്പം റോഡ് വെട്ടി എന്നാണ് കണക്ക്. 6 ലക്ഷം രൂപ എഴുതിയെടുത്തു. ആ റോഡ് വികസന ഫണ്ട് ഉപയോഗിച്ച് ടാർ ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ 1 മാസം കഴിഞ്ഞപ്പോ ആ റോഡ് കോൺക്രീറ്റ് റോഡായിട്ട് കണക്ക് കൊടുത്തു. ആ കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കാൻ 6 ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് എഴുതിയെടുത്തു, സബ്മിറ്റ് ചെയ്തു. ഞാനിത് മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നത്, ഞാൻ തൃശ്ശൂർക്കാരിയാണ്. അപ്പൊ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ അവിടെ വടക്കാഞ്ചേരിക്കടുത്ത് ചേലക്കരയിലെ ഒരു പഞ്ചായത്തിന്റെ അഴിമതിയുടെ കണക്ക് ഞാൻ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. അവിടെ ഒരു റോഡുണ്ട്, പേര് മാത്രമേ ഉള്ളൂ, EMS റോഡ്. രേഖകളിൽ റോഡുണ്ട്, സീരിയൽ നമ്പർ ഉണ്ട്. ആ റോഡിന് മറ്റൊരു പേരിട്ടിട്ടുണ്ട്, കല്ലുവെട്ടാമട റോഡ് എന്നാണ്. അതിന് 5 ലക്ഷം രൂപ എഴുതിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു റോഡ് അവിടെ ഇല്ല. അങ്ങനെ ഒരു റോഡ് ജനങ്ങൾക്ക് നോക്കിയാൽ, മാധ്യമ സുഹൃത്തുക്കൾക്ക് നോക്കിയാൽ അവിടെ കാണാൻ അങ്ങനെ ഒരു റോഡില്ല. അതുപോലെ നിരവധിയായിട്ടുള്ള കണക്ക്, ഒരു 5 ഷീറ്റ് പേപ്പർ ഞാൻ എടുത്ത് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെന്നെ സഹായിച്ചത്, ഇതെല്ലാം വിവരാവകാശം ചോദിക്കണം. വിവരാവകാശം ചോദിച്ചത് ഒരു മുസ്ലിം സുഹൃത്താണ്. ആ വിവരാവകാശം ചോദിച്ച മുസ്ലിം സഹോദരനെ ഇപ്പോ സ്ത്രീ പീഡനത്തിൽ കുടുക്കിയിട്ട് വനിതാ കമ്മീഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. വനിതാ കമ്മീഷനിലേക്ക് വിളിപ്പിച്ചു. മകന്റെ വിസ കള്ളക്കേസ് ഉണ്ടാക്കി റദ്ദ് ചെയ്തു, പാസ്പോർട്ട് റദ്ദാക്കി. ആ പാവപ്പെട്ടവനെ ക്രൂരമായി പീഡിപ്പിച്ചു. ഇതുപോലെ ഒരു പഞ്ചായത്തിൽ ഇതാണ് സാഹചര്യമെങ്കിൽ ഹൈസ്കൂൾ ഗ്രൗണ്ട്, ആ ഹൈസ്കൂൾ ഗ്രൗണ്ടില് ഒരു വോളിബോൾ കോർട്ട് ഉണ്ടാക്കി. 25 ലക്ഷം ഫ്ലെക്സ് ബോർഡിൽ എഴുതി വെച്ചു. റോഡ് പണിയാൻ പോയതാരാ? കോൺട്രാക്ടർ മിസ്റ്റർ മുഹമ്മദാണ്. മുഹമ്മദിന് കൊടുത്തത് എത്രയാണെന്നറിയോ? 1.25 ലക്ഷമാണ്. 1.25 ലക്ഷം റോഡ് കോൺട്രാക്ടർക്ക് കൊടുത്ത് 25 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് എഴുതിയെടുത്ത് അവിടെ വോളിബോൾ കോർട്ട് പണിഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷനിലെ തീവെട്ടിക്കൊള്ളക്കാർ എന്തെല്ലാമാണ് ജനങ്ങളുടെ മുന്നിൽ നിന്ന് വകമാറ്റിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് കോഴിക്കോട് കോർപ്പറേഷനകത്തുള്ളവരും നമ്മുടെ ആളുകൾക്കൊന്നും ഇത് കാര്യമായിട്ട് കണ്ടുപിടിക്കാൻ അറിയില്ല. കാരണം എന്താണെന്ന് അറിയുമോ? ഇപ്പൊ നവ്യ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കണക്ക് പറയില്ല. നമ്മുടെ മെമ്പർമാർ ചോദിച്ചാൽ അവര് കണക്ക് പറയില്ല, അവര് തന്നെ രേഖയുണ്ടാക്കും. ഇതിനൊരു 3.25 കോടി ഇപ്പൊ കണക്കുണ്ടാക്കിയിട്ടുണ്ട്, എഴുതി വാങ്ങിയിട്ടുണ്ട്. അത് അവര് സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇനി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വന്നാൽ അവിടെ എന്തായാലും പേരുകൊണ്ടല്ലോ. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് മാത്രമായിരുന്നില്ല അടൽ ബിഹാരി വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ പദ്ധതികളില്ലേ? രാജീവ് ഗാന്ധിയുടെ പേരിൽ പദ്ധതികളില്ലേ? അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ പദ്ധതിയിട്ടാൽ അത് ജനങ്ങൾ അറിഞ്ഞാൽ മോശമാകും എന്ന് കരുതിയിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ക്രെഡിറ്റ് കിട്ടുമോ എന്ന് പേടിച്ചിട്ടും AMRUT, അതാണ് അതിന്റെ പേര് അല്ലെ,
അത് അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. അതിനുവേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. അത് അടൽ എന്നുള്ള ഒരു പേര് റോഡിൽ എവിടെയും നമുക്ക് വായിക്കാൻ സാധിക്കില്ല. ആ പദ്ധതിയില് വലിയ ഉദ്ദേശങ്ങളുണ്ട്. നഗരങ്ങളിലെ ജലവിതരണം, ഓടകൾ, സെപ്റ്റിക് ടാങ്കുകൾ, അതുപോലെ തന്നെ മഴവെള്ള കനാലുകൾ, പാർക്കുകൾ എന്നിവയുടെ നവീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഏതാണ്ട് സെവേജ് സിസ്റ്റത്തിന് മാത്രം സോൺ എ പ്രകാരം 143.16 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ അതിൽ എത്ര കോടി ചെലവാക്കിയിട്ടുണ്ട് നമ്മൾ പരിശോധിക്കണം. അതിന് നമ്മൾ ഇവരുടെ പുറകിൽ യാത്ര ചെയ്യണം. പെരുവണ്ണാമൂഴി ജലശുദ്ധീകരണ പ്ലാന്റ്, അതിന്റെ ശേഷി 174 MLD-യിൽ നിന്ന് 210 MLD ആക്കിക്കോളാമെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കലും ചേർന്ന് 113 കോടി അനുവദിച്ചിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട 4 പദ്ധതികൾക്ക് വേണ്ടി 438 കോടിയിലധികം രൂപയുടെ അംഗീകൃത ചെലവുകൾ കോഴിക്കോടിന് ലഭിച്ചു. പദ്ധതിയുടെ പങ്കാളിത്തം അനുസരിച്ച് ഇതിന്റെ കേന്ദ്ര വിഹിതം അതുപോലും പബ്ലിക്കിനോട് തുറന്നു പറയാൻ തയ്യാറല്ലാത്ത കോർപ്പറേഷൻ അധികാരികളുടെ മുന്നിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത്. കണക്ക് ഞങ്ങൾക്കറിയണം. കോർപ്പറേഷനിൽ നന്നായി ചിരിക്കുന്ന, അല്ലെ, എല്ലാവരോടും നന്നായി ചിരിക്കുന്ന, നല്ല സാരി ഉടുക്കുന്ന, നന്നായി പെരുമാറുന്ന, എന്നാൽ നന്നായി കളവ് നടത്താൻ കാട്ടുകള്ളന്മാരോട് കൂടെ നിൽക്കുന്ന ഒരാളാണ് ഈ കോർപ്പറേഷന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ പുഞ്ചിരിയല്ല വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് കണക്കാണ്. ഞങ്ങൾക്ക് വേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി വീതം കഴിഞ്ഞ 4 വർഷമായി ഈ കോർപ്പറേഷനകത്തേക്ക് കിട്ടിയപ്പോ ആ വിഹിതത്തെ കുറിച്ച് ജനങ്ങളുടെ മുന്നിൽ പറയാനും അത് വകമാറ്റി ചെലവഴിച്ചത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്ന് മറുപടി കിട്ടിയിട്ട് കാര്യമില്ല. നമ്മുടെ കൗൺസിലർമാർ ചോദിച്ച ഒരു ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ ഉണ്ടായിട്ടില്ല. 900 ഗുണഭോക്താക്കൾക്ക് 30,000 രൂപ വെച്ച് 2.7 കോടി രൂപ കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ 900 വീടുകൾ ഉണ്ടോ എന്ന് നമ്മുടെ കോർപ്പറേഷനിലെ കൗൺസിലർമാർ പരിശോധന നടത്തിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, കോർപ്പറേഷനിലെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എങ്ങനെ കളവ് നടത്താതിരിക്കും? കാരണം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ശ്രീമാൻ നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന സമയത്താണ് വിജയ് മല്യക്ക് തോന്നിയത് ശബരിമലയില് സ്വർണം ഭൂഷണം. അപ്പൊ നായനാർ പറഞ്ഞു, ദൈവങ്ങൾക്ക് എന്തിനാണോ കാശ്, അത് നമ്മുടെ കയ്യിൽ തന്നാ പോരെ എന്ന് ചോദിക്കുക. അപ്പോ മല്ലിയുടെ ഇത് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ടീമിലെ ആള്, ആ വ്യക്തി മരിച്ചിട്ടൊന്നുമില്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവിടെ കൂടെ നടന്ന ആള് മിസ്റ്റർ സെന്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, മല്യക്ക് നിർബന്ധമായിരുന്നു അത് ഗവൺമെന്റിന്റെ കയ്യിൽ കൊടുക്കില്ല, അത് ദേവന് വേണ്ടിയിട്ടുള്ളതാണ്, ദേവന് സ്വർണം ചേർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോ മല്യ കോടതിയിൽ പോയി. വിജയ് മല്യ കോടതിയിൽ പോയിട്ട് 33 കിലോ സ്വർണം അതിന് പൂശാൻ വേണമെന്നും അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നും വിജയ് മല്യ കോടതി മുൻപാകെ ബോധ്യപ്പെടുത്തി. കോടതിയിൽ പഴയകാല രേഖകൾ പരിശോധിച്ചാൽ ആ ഉത്തരം കിട്ടും. അതിപ്പോ പറഞ്ഞ് എത്രയായി? വളരെ കുറഞ്ഞു. പറഞ്ഞ് 10-1 അംശമായി മാറി. അങ്ങനെ ദേവന്റെ സ്വർണം വരെ കവർന്നെടുക്കാൻ വേണ്ടി ശബരിമലയിൽ വിമാനത്താവളം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നും, ആ വിമാനത്താവളം ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പണം കൊടുത്തു വാങ്ങി എന്നുള്ള വ്യാജേന അവിടെ തീർത്ഥാടന കേന്ദ്രത്തെ എന്താക്കണം, ടൂറിസം കേന്ദ്രമാക്കി മാറ്റണം. മരുമകൻ ടൂറിസം വകുപ്പ് മന്ത്രിയാണല്ലോ. അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു കോർപ്പറേഷനകത്ത് ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എങ്ങനെയാണ്, പ്രകാശ് ബാബു, എങ്ങനെയാ അവര് നന്നായിട്ട് ഭരിക്കാൻ പറ്റുമോ? ഭരിച്ചാൽ സെൻകുമാറിന്റെ തൊപ്പിയും കുപ്പായവും തെറിപ്പിച്ചതുപോലെ അടുക്കളയില് ചോറും കറിയും വെച്ചിരിക്കാൻ പറയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ കോഴിക്കോടിലെ ജനാവലിയോട്, പൗരാവലിയോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരവസരം നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണം നടത്താൻ തന്നാൽ
ഞങ്ങൾ അതൊരു ഡബിൾ എഞ്ചിൻ സർക്കാരാക്കി മാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ ഈ കോഴിക്കോടിന്റെ നഗരസഭയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കും. അതിന് ജനങ്ങൾ കൂടെ നിൽക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ കണക്കുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. 400 കോടിയുടെ കണക്ക് കോർപ്പറേഷന്റെ അധികാരി പറയണം. അത് കേരളത്തിലെ ജനങ്ങളോട് പറയണം. അത് എവിടെ പോയി, അത് എങ്ങോട്ട് പോയി, അത് ഏത് വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചുവെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, കേന്ദ്രം 300-ലധികം വരുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ 300-ലധികം വരുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വീടില്ലാത്ത ഒരാൾ പോലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ നഗരസഭകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തപ്പോ എന്തേ അതിന് മാറ്റം വന്നത്? 10 വർഷത്തിലധികമായി 11 വർഷത്തോളമായി രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ മേഖല അത് ടൂറിസം മേഖലയാണ്. ആ ടൂറിസം മേഖലയെ വികസിപ്പിക്കണം. നമുക്ക് കോഴിക്കോട്ടുകാർക്ക് സ്വന്തമായിട്ട് നല്ല ജലാശയമില്ലേ, നല്ല കടലോരമില്ലേ? അതുകൂടാതെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലക്കാരനായിട്ടുള്ള ശ്രീമാൻ ജോർജ് കുര്യൻ 1860 കോടി കേരളത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞു. അതിൽ നിന്ന് കോഴിക്കോട് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കിട്ടിയിട്ടുണ്ട്, കോർപ്പറേഷൻ ചില കണക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം പരിശോധന നടത്താൻ കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരത്തെ നമ്മൾ നോക്കിക്കാണുകയാണ്. കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു ഒരു പോയിന്റ്, ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ 11 വർഷത്തെ കേരളത്തിലേക്ക് കൊടുത്ത പദ്ധതി വിഹിതങ്ങളുടെ കണക്ക് അത് ഞങ്ങൾ ആദ്യം നല്ല രീതിയിൽ